നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സമർപ്പിച്ച 2 സെറ്റ് പത്രികകളിൽ ഒരെണ്ണം തള്ളി. ഇതോടെ TMC സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാനാകില്ല. അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ഹരികുമാർ ചേരുന്നുണ്ട്. ഹരികുമാർ, PV അൻവറിന്റെ ഒരു പത്രിക സമർപ്പിച്ച 2 പത്രികയിൽ ഒന്ന് തള്ളിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കാനാകില്ല, സ്വതന്ത്രനായി മാത്രമേ മത്സരിക്കാനാകുകയുള്ളൂ. എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്ന് പരിശോധന നടത്തുന്നതിനിടെയാണ് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PV അൻവറിന്റെ ആദ്യ പത്രിക തള്ളിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട വിശദ വിവരങ്ങൾ ഒപ്പ് 10 പേരുടെ ഒപ്പ്, പിന്തുണയുള്ള ഒപ്പ് വേണം എന്നുള്ളൊരു സൂചനയുണ്ട്. ആ ഒപ്പ് ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുകൊണ്ട് ഈ സെറ്റ് പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിവെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ഉണ്ടാകും. എന്തായാലും 2ാം സെറ്റ് പത്രികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകിയതാണ്. ഇത് ആയിരിക്കും ഈ ആദ്യ സെറ്റ് പത്രിക തള്ളിയാൽ നിലമ്പൂരിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വരും. ഈ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു തീരുമാനം ഇത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അൻവർ സമർപ്പിച്ച പത്രികകളിൽ ഒരെണ്ണം തള്ളിയെങ്കിൽ പോലും വളരെ ആവേശത്തിലാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു വിജയ പ്രതീക്ഷ? PV അൻവർ ഉൾപ്പെടെ അവസാന ഘട്ടത്തിലാണ് PV അൻവർ എത്തിയത് എന്നുള്ളത് വളരെ ഒരു പ്രത്യേകതയായിരുന്നു. എങ്ങനെയാണ് പൊതുവെയുള്ള ഉപതിരഞ്ഞെടുപ്പ് ചിത്രം? ഈ ആദ്യത്തെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ പ്രതികരണം വന്നിട്ടായിരുന്നു. ഇവർ പറയുന്നത് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും ജനം വിജയിപ്പിച്ചിട്ടുള്ളത് ഏത് പാർട്ടി ഏത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ല, താൻ മത്സരിക്കുന്നത് ജനങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടും ജനങ്ങൾ തന്നെ വിജയിപ്പിക്കും എന്നുള്ളത് വിശ്വാസവും ആത്മവിശ്വാസം തന്നെയാണ് അൻവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അൻവർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ആദ്യത്തെ പത്രിക തള്ളിയാലും അൻവറിനെ മത്സരിക്കാൻ തടസ്സമൊന്നും ഉണ്ടാകില്ല എന്നുറപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പ്രവർത്തകർ, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും മലയോര മേഖലയിൽ നിന്നുള്ള അൻവറിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രചരണം വരികയാണ്. കോൺഗ്രസ് UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് LDF സർക്കാരിന്റെ വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടത്തുന്നതിനാൽ പിണറായി സർക്കാർ കാവൽ സർക്കാരായി നിലകൊള്ളും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം UDF